ഗൈസ്, അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് നിങ്ങളുടെ മുന്നിലെ ഒരു 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം. ആക്ച്വലി ഇന്ന് ഞാൻ മാത്രമാണ് വീഡിയോയ്ക്കുള്ളത്. പിന്നെ എൻ്റെ കൂടെ ഒരു ലോഡ് സാധനങ്ങളും. ഈ ഒരു ലോഡ് സാധനങ്ങൾ എന്താണെന്ന് പുറകെ ഞാൻ നിങ്ങളോട് പറയാം. അതിന് മുന്നേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ JR Diaries. ഡോട്ടാങ്കി ഫാനാണോ, അല്ലെങ്കിൽ ഡോട്ടാങ്കി പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണോ, ഡോട്ടാങ്കി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടേക്കാം. ഇനി നിങ്ങൾ ഓൾറെഡി ഡോട്ടാങ്കി പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ജസ്റ്റ് കണ്ടുപോയേ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഒരു കാരണമുണ്ട് കേട്ടോ. കാരണം ഈ 2 മാസം മുന്നേ ഞങ്ങൾക്ക് ഓഫീസിൽ ആനുവൽ ഡേൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആനുവൽ ഡേൻ്റെ പരിപാടിക്ക് നമ്മൾ ഈ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഡാൻസ് പ്രോഗ്രാമിൽ നമുക്ക് സ്വയം മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ നമ്മുടെ കെട്ടുപാണ്ടം മേക്കപ്പ് സാധനങ്ങളും കൊണ്ടൊക്കെയാണല്ലോ പോകുന്നത്. നമുക്ക് ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. ടച്ചപ്പ് അല്ല, ഫുൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളും പറക്കി കെട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ഫ്രണ്ട്സായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചൊരു കാര്യമാണ്, നീ ഇത്ര ഡോട്ടാങ്കിൻ്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടോ, നീ ഇത്ര ഡോട്ടാങ്കി പ്രൊഡക്റ്റിൻ്റെ ഫാനാണോ എന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ ഫാനെന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ എനിക്ക് പ്രൊഡക്ട്സ് ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനെ നോക്കിയിട്ട് വാങ്ങുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, പക്ഷെ നിൻ്റെ കയ്യിലുള്ളതെല്ലാം കൂടുതലും ഡോട്ടാങ്കിയുടെ പ്രൊഡക്ട്സ് ആണല്ലോ. അപ്പം ഞാൻ ആലോചിച്ചു, ആണോ? പക്ഷേ ആ സമയത്ത് നമ്മളൊരു ആനുവൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നിൽക്കുന്നു. പിന്നെ നമ്മൾ ആ ടൈമിൽ വേറൊന്നും ചിന്തിക്കത്തില്ല. നമുക്ക് എങ്ങനെയും മേക്കപ്പ് ഇട്ട് സുന്ദരമായിട്ട് നിന്ന് ഡാൻസ് കളിച്ച് തിരിത്തരൊക്കെ കളിച്ചിട്ട് പോരണം എന്നൊരു ചിന്ത ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനത് അവിടെ അവർ ചോദിച്ചപ്പോൾ ഞാനത് അവിടെ വിട്ടു. പിന്നെ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ പറക്കി കെട്ടി നേരെ വീട്ടിൽ പോരുന്നു. പിന്നെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഓരോ പ്രൊഡക്ട്സ് ഇങ്ങനെ നമ്മളിങ്ങനെ ആഴ്ചയിൽ പറക്കി വെക്കുമല്ലോ, തീരുന്ന സാധനങ്ങൾ ഏതൊക്കെ, ഇനി ഉള്ള സാധനങ്ങൾ ഏതൊക്കെ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ പറക്കി വെക്കുമല്ലോ. അങ്ങനെ പറക്കി വെച്ചപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, എൻ്റെ കയ്യിൽ കൂടുതലും ഉള്ളത് ഡോട്ടാങ്കിൻ്റെ പ്രൊഡക്ട്സാണ്. ഞാൻ വേറെ ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് കൂടുതലും ഡോട്ടാങ്കിൻ്റെ ആണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിലേറ്റഡ് പ്രൊഡക്ട്സ് അല്ല അതിൻ്റെ പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്നും. അപ്പം ഞാനങ്ങനെ എൻ്റെ കയ്യിലുള്ള ഡോട്ടാങ്കി പ്രൊഡക്ട്സിൻ്റെ ഒരു കാബറ സാധനങ്ങൾ തന്നെ ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ നിങ്ങളെ പരിചയപ്പെട്ടാന്ന് വിചാരിച്ചു. നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആയിരിക്കും. ഇനി ഓൾറെഡി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വിട്ടുതരാം കേട്ടോ. എന്നാലും ഞാനിത് ഇനി യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ കണ്ടിട്ടെ. അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. നോക്കൂ ഗൈസ്, എൻ്റെ കയ്യിൽ ഇത്രയേറെ ഡോട്ടാങ്കി പ്രൊഡക്ട്സ് ഉണ്ട് ഗൈസ്. കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ചോർന്നു വന്നു. ഓക്കെ ഗൈസ്, ഞാൻ ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ അടുത്ത് വേറെയും ഉണ്ടായിരുന്നു, പക്ഷേ അതിനൊക്കെ തീർന്നിട്ട് മാറ്റി വെച്ചേക്കാണ്. ഇപ്പം ഡെപ്പികൾ മാത്രമായിട്ട് ഞാൻ കാലിയായിട്ട് മാറ്റി വെച്ചേക്കാം. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഡോട്ടാങ്കി പ്രൊഡക്ട്സ് ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം അവരുടെ പാക്കിങ്ങും അവരുടെ ആ ഒരു ഡെപ്പിയാണ്. ഈ ഡെപ്പി കാണുമ്പോൾ തന്നെ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ പ്രൊഡക്റ്റ് അതിൻ്റെ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് നമ്മുടെ ഡോട്ടാങ്കിൻ്റെ ബാരിയർ റിപ്പയർ പ്ലസ് ജെന്റിൽ ഫേസ് വാഷ്. അത് ആക്ച്വലി ഇതിനകത്ത് അവർ പറയുന്നുണ്ട് സൾഫേറ്റ് ഫ്രീ ആണ്, pH 5.5 ഉണ്ട്, പിന്നെ പ്രിബയോട്ടിക്സും ആൻഡ് റൈസ് വാട്ടറും യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ഇത്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഡ്രൈ സ്കിന്നിന് യൂസ് ചെയ്യാം, കോമ്പിനേഷൻ സ്കിന്നിന് യൂസ് ചെയ്യാം, സെൻസിറ്റീവ് സ്കിന്നിന് നമുക്കിത് യൂസ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനുള്ള റീസൺ അതാണ്. ഭയങ്കര മെയിനായിട്ടുള്ള എനിക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചില സ്മെല്ലുകളൊന്നും പിടിക്കത്തില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. നമുക്ക് ഇങ്ങനൊരു ലൈറ്റ് ജെൽ ഫീലാണ്. നമുക്കിങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ ഫേസിലോട്ട് ഇടുമ്പം നമുക്ക് വേറെ ചില സ്മെൽസ് നമുക്ക് പിടിക്കൂല. എസ്പെഷ്യലി എനിക്ക് പിടിക്കൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുക. അപ്പം അങ്ങനെ ഞാൻ ചൂസ് ചെയ്തെടുത്തൊരു സാധനമാണ് നമുക്ക് ഡോട്ടാങ്കിൻ്റെ ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പ്രൊഡക്റ്റ് വരുന്നത് അതിൻ്റെ സെയിം കളർ തന്നെയാണ്. അതായത് ഇതിൻ്റെ തന്നെ സെയിം കളർ തന്നെയാണ് വരുന്നത്. ഇതൊരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് വരുന്നത് സെറമൈഡ്സ് ആൻഡ് ഹൈറോളിക് ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ ആണ്. ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാരണമുണ്ട്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരെണ്ണം ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് തേച്ച് കഴിയുമ്പോൾ തന്നെ ഭയങ്കര ലൈറ്റ് വെയ്റ്റും ആണ്. ഭയങ്കരമായിട്ട് കണ്ടോ അബ്സോർബ് ആയി പോവുകയും ചെയ്യും. ഭയങ്കര നോൺ ഗ്രീസിയാണ്. അതായത് ഒരു ഭയങ്കര ഒട്ടും ഡ്രൈ ഫീൽ ഉണ്ടാവും. നല്ല പെട്ടെന്ന് ഇങ്ങനെ അബ്സോർബായി ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ആ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത ഫീലും ഉണ്ടാവും. അന്നൊരു ഒട്ടും വൈറ്റ് കാസ്റ്റിംഗ് അല്ല. കണ്ടോ, ഒട്ടും നിങ്ങൾക്ക് കാണാനേ പറ്റില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതും സെയിം പോലെ തന്നെ ഒരു ഫ്രാഗ്രൻസ് ഫ്രീ ആണ് കേട്ടോ. ഞാൻ ഇത് കുറച്ച് വലിയ ട്യൂബാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ റേറ്റ് വന്ന് ഏകദേശം ഒരു 599 ആണ്. അപ്പോൾ ഇത് ഓഫർ പ്രൊഡക്റ്റിൽ നമുക്ക് ഇതിനാ പകുപ്പില്ലാത്ത കിട്ടും. റേറ്റ് വാച്ച് പിന്നെ ഡോട്ടാങ്കിൻ്റെ അവരുടെ സൈറ്റ്സിൽ കുറേ ടൈമിൽ
ഇങ്ങനെ ബൈ 1 get 1 ഓഫേഴ്സ് ഒക്കെ ഇടാറുണ്ട്. ആ ടൈമിലാട്ടോ ഞാൻ കൂടുതലും ഡോട്ടാങ്കിൻ്റെ പ്രൊഡക്ട്സ് വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് അറ്റ് എ ടൈം നമുക്ക് 2 പ്രൊഡക്റ്റ് കിട്ടുമല്ലോ. അപ്പം നിങ്ങളും ഇത് വാങ്ങിച്ചു നോക്കുക. ഇത് ഭയങ്കര ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നൊരു സാധനം കേട്ടോ. ഇത് നമുക്ക് മെയിൻലി ഡ്രൈ ആൻഡ് കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യുന്നത് ഇതായിരിക്കും. ഇത് പിന്നെ സെയിം തന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആണ് കേട്ടോ. അപ്പം നമ്മുടെ ഫേസ് വാഷ് കഴിഞ്ഞു, മോയ്സ്ചറൈസർ കഴിഞ്ഞു. അടുത്ത പ്രൊഡക്റ്റ് എന്തായിരിക്കും? അടുത്ത പ്രൊഡക്റ്റ് എന്താ എനിക്ക് കാണേണ്ടത്? സൺസ്ക്രീൻ. ഡോട്ട് ആൻഡ് കീൻ്റെ സ്ട്രോബെറി ജ്യൂസ് ടിൻറ്റഡ് സൺസ്ക്രീൻ. ആക്ച്വലി ഇത് ഭയങ്കര എനിക്ക് യൂസ്ഫുൾ ആണ്. കാരണം നമ്മളിപ്പോൾ എല്ലായിടത്തും പോകുമ്പം ഫൗണ്ടേഷൻ ഇട്ട് പോകാൻ നമുക്ക് ചിലപ്പോൾ സമയം കിട്ടില്ല. നമുക്ക് മോയ്സ്ചറൈസർ ഇടണം, സൺസ്ക്രീൻ ഇടണം, ഫൗണ്ടേഷൻ ഇടണം. അതൊക്കെ ചിലപ്പോൾ പോസിബിൾ ആയിരിക്കത്തില്ല. അപ്പം നമുക്ക് പെട്ടെന്നൊരു ഒന്ന് പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ അങ്ങനെ ഒരുങ്ങാൻ പെട്ടെന്ന് ടൈമില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നിങ്ങൾക്ക് ഈ ടിൻറ്റഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അതായത് ഇതിനകത്ത് SPF 50+ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് വാം ഐവറിൻ്റെ കളറിൻ്റെ ചൂസ് ചെയ്തിട്ടാണ് ടിൻറ്റഡ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിനകത്ത് സൺസ്ക്രീനും പ്ലസ് ടിൻറ്റഡും ആയതുകൊണ്ട് നമുക്കൊരു ഫൗണ്ടേഷൻ ഫീലും കിട്ടും. മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഡയറക്റ്റ് നമുക്കിത് അപ്ലൈ ചെയ്താൽ മതി. അതായത് ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്ത് പകുതി കേട്ടോ, കണ്ടോ ഈ ഒരു ഷെയ്ഡാണ്. അപ്പം സൺസ്ക്രീൻ ഇട്ടതുമാണ് കണ്ടോ. ഇത് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ഫൗണ്ടേഷൻ ഇട്ട ഫീൽ കിട്ടും നമുക്ക്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മാഞ്ഞു പോയി തുടങ്ങുന്നത് കേട്ടോ. 549 റുപ്പീസാണ്. അപ്പം നമുക്കിതിൻ്റെ പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടവരെ ഇത് ചൂസ് ചെയ്ത് വാങ്ങിച്ചോളൂ കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം അടുത്ത പ്രൊഡക്റ്റ് ഇതായിരുന്നു നമ്മുടെ ഡോട്ട് ആൻഡ് കീൻ്റെ സൺസ്ക്രീൻ പ്ലസ് ടിൻറ്റഡ് സൺസ്ക്രീൻ. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റിലേക്ക്. അപ്പോൾ അടുത്ത് വരുന്നത് എൻ്റെ ഒരു കുഞ്ഞു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുഞ്ഞു ട്യൂബ് ആവശ്യമാണല്ലോ. നമ്മൾ ഈ കുഞ്ഞു സ്ഥലങ്ങളിലൊക്കെ, കുഞ്ഞു സ്ഥലങ്ങളിലല്ല, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ വലിയ പടുപണ്ടാരം ട്യൂബ് കൊണ്ട് പോകുന്നതിനേക്കാട്ടിലും ഒരു കുഞ്ഞു ട്യൂബ് എപ്പോഴും കയ്യിലേക്ക് നല്ലതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ട്രയലിന് വാങ്ങിച്ചൊരു മോയ്സ്ചറൈസറാണ്. ആക്ച്വലി ഇത് ഞാനങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ. ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്നത് മറ്റേ മോയ്സ്ചറൈസറാണ്. ഇത് ആക്ച്വലി സ്ട്രോബെറി ഡ്യൂ മോയ്സ്ചറൈസറാണ്. ഇതിനകത്ത് ഫ്രാഗ്രൻസ് ഫ്രീ എന്നൊക്കെയാണ് പറയുന്നത്. സെയിം ടെക്സ്റ്റൊക്കെ തന്നെ, ഒരു നോൺ ഗ്രീസി ഫീലാണ്. തേക്കുമ്പോൾ തന്നെ ഇങ്ങനെ അബ്സോർബ് ആയി പൊക്കോളും. ഒരു അങ്ങനെ വൈറ്റ് കാസ്റ്റും സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്കപ്പം ട്രാവൽ പേർപ്പസിനൊക്കെ ചെറിയ ട്യൂബ് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് മാഞ്ഞു പോയി ഗൈസ്. കുറച്ച് നാളെ ഞാൻ ഇത് വാങ്ങിച്ചു വെച്ചിട്ട്. അപ്പം ഞാൻ ട്രാവൽ പേർപ്പസിന് അതിൻ്റെ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതെൻ്റെ വേറൊരു മോയ്സ്ചറൈസർ. അപ്പം നമുക്ക് എത്ര പ്രൊഡക്റ്റ് കാണിച്ചു? 1 2 3 4 പ്രൊഡക്റ്റ് കാണിച്ചില്ലേ. ഇനി അടുത്ത പ്രൊഡക്റ്റ് കാണാം. അപ്പം നെക്സ്റ്റ് ഇനി വരുന്ന സാധനമാണ് എൻ്റെ ഡോട്ട് ആൻഡ് കീൻ്റെ വിറ്റാമിൻ C+ സ്പോട്ടൈറ്റ് സ്ട്രോബ് ക്രീം. ആക്ച്വലി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പം ഓഫീസിലൊക്കെ പോകുമ്പം ഒരു ഒരു ഗ്ലേസിംഗ് ഒക്കെ വരാൻ വേണ്ടി ഒരു ചെറിയൊരു സ്ട്രോബ് ക്രീം ഇടുമ്പോൾ ഉള്ള എഫക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ജസ്റ്റ് കാണിച്ചു തരാം. അതായത് ഞാനിപ്പോൾ ജസ്റ്റ് ഇത് കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തു. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഒരു എന്താ പറയുക, തിളക്കം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. തിളക്കം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലേ? ഓക്കെ, എന്നാൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ കാണാൻ പറ്റുമല്ലോ. ഉള്ള ക്രീം എല്ലാം കൂടെ തേച്ച് ഇവിടെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആക്ച്വലി സ്ട്രോബ് ക്രീമിൻ്റെ നല്ലൊരു എഫക്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മളിവിടെ 2 സൈഡിലൊക്കെ തേച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു നല്ലൊരു ഭംഗി. ഇതും ആക്ച്വലി ഭയങ്കര എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. ഒരു ചെറിയ ട്യൂബുമാണ്, നമുക്ക് എങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ട് നടക്കുകയും ചെയ്യാം. ഒരു സൺലൈറ്റ് ഗോൾഡ് പറഞ്ഞൊരു കളറാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വേറെ ഉണ്ട് കേട്ടോ, സ്ട്രോബെറീൻ്റെ ഉണ്ട്. അപ്പോൾ അതിലൊരു എന്താ ബ്ലഷ് ഇടുമ്പോഴുള്ള ഒരു ഫീൽ കിട്ടും. ഇത് ആക്ച്വലി ഞാൻ വൈറ്റ് കളർ തന്നെയാണ് ചൂസ് ചെയ്തേക്കുന്നത്, ഒരു ഗോൾഡ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതും എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് പ്രൊഡക്റ്റാണ് കേട്ടോ. വിറ്റാമിൻ C ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും മാഞ്ഞു പോയി ഗൈസ്. ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് നാൾ. ഇത് പിന്നെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യാതെ കുറച്ച് മതിയല്ലോ. അതായത് എന്തെങ്കിലും പരിപാടിയുള്ള സമയത്തൊക്കെ ആയിരിക്കും നമ്മളിത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നൈറ്റ് പരിപാടി എന്തെങ്കിലും ഉള്ളപ്പോഴായിരിക്കും യൂസ് ചെയ്യുക. ഡെയിലി അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ചിലപ്പോൾ ഓഫീസിൽ എന്തെങ്കിലും കലാപരിപാടി ഉണ്ടെങ്കിൽ അന്നൊക്കെ ആയിരിക്കും ഞാനിത് യൂസ് ചെയ്യാൻ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു നമുക്ക് അറ്റ് എ ടൈം ഇത് മോയ്സ്ചറൈസ്ഡ് ആയിട്ടും യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് നമുക്ക് ഒരു ഹൈലൈറ്ററും വരും, ഒരു പ്രൈമർ ഫീലും നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ ഭയങ്കര ഈസിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമുക്കൊരു ഇട്ടാൽ തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും. അപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം കിട്ടുമല്ലോ. അത് തന്നെ. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത ഐറ്റം വരുന്നത്, ഡോട്ട് ആൻഡ് കീ വിറ്റാമിൻ സിൻ്റെ സ്ട്രോബ് ക്രീം.
അപ്പോൾ ഗൈസ്, എൻ്റെ അടുത്ത പ്രൊഡക്റ്റാണ് ഡോട്ട് ആൻഡ് കീൻ്റെ ലിപ് ബാം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. ആക്ച്വലി ഇതിൻ്റെ പേരൊക്കെ ആക്ച്വലി മാഞ്ഞു പോയി. ഞാൻ ഇത് എത്ര ട്യൂബ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഇതിൻ്റെ അതായത് ഇപ്പം ഞാൻ ഉപയോഗിച്ച് ഈ കൊലത്തിലായി. ഇതിൻ്റെ ഇത് ആണോ ഇത്രേ ഉള്ളൂ. ബാക്കി അടുത്ത ട്യൂബ് ഓർഡർ ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഹൈലി റെക്കമെൻഡഡും ആണ്. ഭയങ്കര മോയ്സ്ചറൈസർ. നമ്മളിപ്പം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇട്ടുന്നൊരു ഫീല് വരും. നമ്മുടെ ചുണ്ട ഒരിക്കലും ഒരു ഡ്രൈ ഫീൽ ഉണ്ടാവില്ല. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ ഫ്ലേവർ കോക്കോ മിൻറ്റിൻ്റെ ഫ്ലേവറാണ്. നമുക്കൊരു ചോക്ലേറ്റ് ഒരു മണമുണ്ട്. പിന്നെ അത് ഇടുമ്പോഴും നമുക്കങ്ങനെ എന്താ പറയുക, ഇട്ടുന്നൊരു ഫീൽ വരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ലിപ് ബാം ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് ഒരു ലിപ് ബാം കൊണ്ടുണ്ട്, അതെനിക്ക് തോന്നുന്നുണ്ട് കെമിസ്റ്റ് പ്ലേൻ്റെ ഒരു ലിപ് ബാമാണ്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡോട്ട് ആൻഡ് കീൻ്റെ ഈ ലിപ് ബാം ആണ് കേട്ടോ. ചെറിയൊരു ടിൻറ്റഡും ആണ്. ഇവർക്ക് വേറെ ഫ്ലേവേഴ്സ് ഉണ്ട്, അതായത് വാനില ഉണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നത് ചെറീൻ്റെ ഉണ്ട്. അപ്പം ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീൻ്റെ ഈ കൊക്കോ മിൻറ്റ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഒരു ഫ്ലേവർ വരുന്ന ഒരു ഈ ഒരു ലിപ് ബാം. തന്നെ ഇത് ലിപ് ബാമിൻ്റെ ഷെയ്ഡാണ് കേട്ടോ. അപ്പം ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ മഞ്ഞ് പോകും. ഓക്കെ, അപ്പം ചെറിയ ടിൻറ്റഡാണ്. ഇതാണ് എൻ്റെ അടുത്ത പ്രൊഡക്റ്റ് വരുന്നത്. ഇനി വരുന്നൊരു പ്രൊഡക്റ്റും ഇതുപോലെ ഒരു ലിപ് ബാം ആണ്. ഇത് ആക്ച്വലി എന്ത് സാധനം കാണുന്നു ഈശ്വരം. കണ്ടു കിട്ടി ഗൈസ്. ഇതാണ്. ഇതിൻ്റെയും ആക്ച്വലി മാഞ്ഞു പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡോട്ട് ആൻഡ് കീനെ ഞാൻ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം തന്നെ ഇതാണ്. ഇവരുടെ ഈ ഒരു പാക്കിംഗ് ആണ്. കണ്ടോ, ഇവ കുഞ്ഞു തൊപ്പി, ഒരു കുഞ്ഞു ബോട്ടിൽ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലിപ് പ്ലംബിംഗ് മാസ്ക് ആണ്. ഇതിനകത്ത് അവർ പറയുന്നത് വിറ്റാമിൻ C+E ഉണ്ട്. ഇത് ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് മാസ്ക് ആണ് കേട്ടോ. ഇത് ഏകദേശം തീരാറായി. ഞാൻ ഇത്രയൊക്കെ ഉപയോഗിച്ചിട്ട് ആക്ച്വലി നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് നൈറ്റ് കിടക്കാറാകുമ്പോൾ ഇത് തേച്ചിട്ട് കിടക്കും. ഇത് ഒരു കണ്ടോ ഇങ്ങനെ ഒരു ഫീലാണ്. നല്ല മോയ്സ്ചറൈസർ ആവും കേട്ടോ. നമുക്ക് ഇത് ഇട്ടിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ ഇതൊക്കെ ഇട്ട് കിടന്നാൽ നമ്മുടെ ചുണ്ട് രാവിലെ ആകുമ്പോഴേക്കും ഭയങ്കര സ്മൂത്തായിട്ടൊക്കെ ഇരിക്കും. അതുകൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റിൽ അനത്തെ പ്രൊഡക്റ്റാണ് ഇത് ഡോട്ട് ആൻഡ് കീൻ്റെ പ്ലംബിംഗ് മാസ്ക്. അപ്പം ഇതായിരുന്നു എൻ്റെ അടുത്ത പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി വരുന്ന വേറൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾ വിചാരിക്കും ഇവർക്ക് എന്ത് കച്ചവടം ഉണ്ടോന്ന്. അതൊക്കെ ഞാൻ ഈ സത്യം ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് ഇത്രയും പ്രൊഡക്ട്സുമായിട്ട് കമ്പോ ഉണ്ട് ഡോട്ട് ആൻഡ് കീ എന്നുള്ളത്. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ ഒരു ഡോട്ട് ആൻഡ് കീൻ്റെ ലാസ്റ്റ് പ്രൊഡക്റ്റാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള. അപ്പോൾ ഇത് വരുന്നത് ഒരു നൈറ്റ് റിപ്പയർ ക്രീമാണ്. ഡോട്ട് ആൻഡ് കീയുടെ തന്നെ റെറ്റിനോൾ പ്ലസ് സെറമൈഡ് നൈറ്റ് റിപ്പയർ ക്രീം. ഞാനിത് ആക്ച്വലി യൂസ് ചെയ്യുന്നത് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ നൈറ്റായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതെ ഗൈസ്, ഞാൻ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ഞാനിത് അപ്ലൈ ചെയ്തിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത്. ആക്ച്വലി ഇത് ഞാൻ വാങ്ങാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് രാവിലെ എണീക്കും ഭയങ്കര ഒരു ഡ്രൈ ഫീൽ ഉണ്ടാവാറുണ്ട് ഞാനൊന്നും തേക്കാണ്ട് കിടന്നാൽ. അപ്പം നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ എനിക്ക് വളരെ കുറവായിരുന്നു. അപ്പം ഞാൻ ഈ ഇടയ്ക്കാണ് എൻ്റെ ഫേസിൽ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ റിങ്കിൾസ് വന്നു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു നൈറ്റ് ക്രീം എന്തായാലും വാങ്ങാമെന്നും. അങ്ങനെ റിങ്കിൾസ് ഒക്കെ പോകാനും നമ്മുടെ എന്താ പറയുക ഫൈൻ ലൈൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചൊരു ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ പാക്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ എനിക്ക് 2-3 കുപ്പി വേറെ ഉണ്ട്. ഇതിൻ്റെ അല്ല, ഇവരുടെ തന്നെ ഡോട്ട് ആൻഡ് കീൻ്റെ വിറ്റാമിൻ സിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, അതിൻ്റെ ബോട്ടിൽ ആക്ച്വലി തീർത്ത് കുപ്പി മാത്രമേ ഇപ്പോൾ ഇരിപ്പുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഇതൊരു വീഡിയോ എടുത്തേനെ. അപ്പോൾ അതിൻ്റെ മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഈ അലൈനസ് ഇട്ടിരിക്കുന്നുണ്ടാണ് കേട്ടോ മോയ്സ്ചറൈസർ എന്നുള്ളത് കറക്റ്റ് വരാത്തത്. അപ്പോൾ എനിക്ക് അക്ഷരാഭ്യാസം ഇല്ലെന്ന് വിചാരിക്കില്ല. എനിക്ക് ആ ഒരു സാധനം ഇടയ്ക്കിടയ്ക്ക് വരാറില്ല. ഓക്കെ, അപ്പം നമ്മൾ മാറ്ററിൽ നിന്ന് വിട്ടുപോയി. ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ്, നമ്മുടെ നൈറ്റ് റിപ്പയർ ക്രീം. ഇതിന് ഏകദേശം ഒരു റേറ്റ് വരുന്നത് 599 റുപ്പീസാണ് കേട്ടോ. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക, നമ്മുടെ ഡോട്ട് ആൻഡ് കീ എപ്പോഴും അവരുടെ സൈറ്റിൽ ബൈ 1 get 1 ഓഫർ ഇടും. ആ ടൈമിൽ പോയിട്ട് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കര ലാഭത്തിൽ കിട്ടുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. അതായത് ഇതിനകത്ത് പറയുന്നത് പോമഗ്രാനൈറ്റ് പ്ലസ് വാട്ടർമെലൺ കണ്ടന്റ് ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത്. ഇത് കണ്ടോ, ഭയങ്കര ഒരു നൈസായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അബ്സോർബ് ആവുകയും ചെയ്യും. ഒരു ജെൽ ഫീലാണ്. നമുക്ക് രാത്രിയിലൊക്കെ കിടന്നുറങ്ങാൻ നല്ല തണുപ്പാണ്. അപ്പോൾ ഇത് തേച്ചിട്ടൊക്കെ കൂടുതലും കിടന്നുറങ്ങാൻ നല്ല സുഖം. ഈശ്വര എന്തോ തണുപ്പി, ഇതിൻ്റെ അടപ്പാ തണുപ്പേ. ഓക്കെ, അപ്പം ഇത്രയും പ്രൊഡക്ട്സ് ആണ് എൻ്റെ കയ്യിലുള്ളത് ഡോട്ട് ആൻഡ് കീൻ്റെ. അപ്പം ഇതിൻ്റെ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആവശ്യമുള്ളവർ അവിടുന്ന് ലിങ്കിൽ പർച്ചേസ് ചെയ്തിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ മെയിൽ ID അവിടെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എനിക്ക് മെയിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ആഡ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഇത്രയും വീഡിയോസൊക്കെ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. 1 2 3 4 5 6 7 8 പ്രൊഡക്ട്സ് ഗൈസ്. അപ്പോൾ ഇതെൻ്റെ വീട്ടിൽ നിന്ന് അമ്മ കാണുമ്പോൾ പറയും ഇവർക്ക് ഇതൊക്കെ വാങ്ങിച്ച് കൂട്ടാനുള്ള നേരമേ ഉള്ളൂ എന്ന്. ശരിയാണ്. എന്നാലും നമുക്ക് ഡെയിലി നമ്മൾ ഓഫീസിൽ പോകുന്ന ആൾക്കാരാണ്. നമ്മുടെ സ്കിന്ന് നമ്മൾ തന്നെ നോക്കിയില്ലെങ്കിൽ എന്തായാലും പറ്റില്ല. അപ്പം നമ്മൾ തന്നെ നോക്കിയാലേ പറ്റുള്ളൂ. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ തന്നെ വാങ്ങിച്ചാലേ പറ്റുള്ളൂ. അപ്പം നിങ്ങളും വാങ്ങുക, നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ വരുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ വലയുടുപ്പാണ് ഗൈസ്. ഓക്കെ, അപ്പം ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ JR Diaries. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് മെയിൽ ചെയ്ത് അറിയിക്കുക. നിങ്ങൾക്ക് നല്ല വിശേഷങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ ബൈ, സീ യു.